അപ്പം ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സമയം ഇപ്പം 4 മണിയായി. വെളുപ്പിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആദ്യം ഞങ്ങളൊരു ബാഗിൻ്റെ അകത്തിട്ട് ഞങ്ങളെല്ലാം കൊണ്ടുപോകണം. അപ്പം ഞാൻ പോയി പല്ലൊക്കെ തേച്ച് വരട്ടെ. പല്ലൊക്കെ തേച്ച് എന്ന് ഡ്രസ്സൊക്കെ മാറി ബാക്കി വീഡിയോ കാണിച്ചു. അപ്പം ഞങ്ങൾ പോകാനെല്ലാം റെഡി ആയിക്കൊണ്ടേക്ക്. അപ്പോൾ ഞങ്ങൾ പോകാൻ സമയമായി 4:30 ആവാറ്. 4:30 ആയില്ലേ? 4:30 ആയി. ഇനി അവിടെ ഞങ്ങൾക്ക് 5:15 ട്രെയിൻ. ഇനി ഞങ്ങൾക്ക് അരമണിക്കൂറോളം, അവന് 10 മിനിറ്റ് നടക്കാനുള്ളൂ. പക്ഷെ എനിക്ക് വെച്ച് നോക്കുമ്പോൾ അരമണിക്കൂറോളം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഡൽഹിക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ സ്ഥലം കാണാമെന്നാണ് വിചാരിച്ചേക്കണത്. പുഴുക്കളുണ്ടായിട്ട്. അപ്പോൾ ധൃതി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ചായ ഉണ്ട്. ഇത്ര വെളുപ്പിന് എനിക്ക് കട്ട ചായ കുടിച്ചിട്ടുണ്ട്. എനിക്ക് വയറ് വേദനിച്ച റെയിൽവേ സ്റ്റേഷനിലേക്ക്. എനിക്കത് കാരണം പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ സെറ്റാക്കി അപ്പോൾ ഞങ്ങൾ പോവാണ്. ചായ പൊടിയില്ലാന്ന്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ളത് നോക്കട്ടെ. അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ, പരിചയപ്പെടാം. എത്ര പാർട്ടായിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. എല്ലാം കൂടി ഒറ്റ പാർട്ടാക്കുന്നില്ല. ഓരോ സ്ഥലങ്ങൾ ഓരോ പാർട്ടായിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയെ കാണാം ബാക്കി. ഇറങ്ങിട്ടോ, നേരെ പോവാണ്. ഒരു അരമണിക്കൂർ നടക്കാണ്ട്. അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മൾ പാനിപ്പത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ധൃജി മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തൊട്ട് ബാക്കിലുണ്ട്. ഇരുട്ടാണ്. ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലട്ടെ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ പാർക്കിങ് ഈ ഒരു വലിയ കുത്തനെ കയറ്റം കയറി പോകണം. കേസ് പറ്റില്ലേ, കാണുമ്പോൾ തന്നെ ഒരു പേടിയാകുന്നു. എന്നെ കയറ്റാതെ ഒരു സ്റ്റെപ്പിന് വെച്ചാൽ ചെറിയൊരു സ്റ്റെപ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ധൃജി മുന്നിട്ട് പോയി, ഞാൻ പുറകെ കൂടെ ഓടിപ്പോവും. ഈ കയറ്റം കയറി അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാവേ. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളേത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ ബ്രൂ കോഫി കുടിക്കാതിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി ഞങ്ങൾ ട്രെയിൻ വരാൻ 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബ്രൂ കോഫി കുടിച്ചിട്ട് പതുക്കെ അങ്ങ് നീങ്ങാം. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങണം. കാരണം 1 മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് വേറെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഒരു കുപ്പി വെള്ളമോടെ മേടിക്കണം, അല്ലെങ്കിൽ പണി പാളും. എൻ്റെ അടുക്ക് ദാഹം തോന്നിയാൽ ഞാൻ ഏതോ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. സുട്ടി അങ്ങനത്തെ പോലെ ഓരോ വെള്ളങ്ങൾ എങ്ങനെയാ നോക്കട്ടെ. അതിൻ്റെ അകത്തുള്ളവരുടെ നമുക്ക് വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ന്യൂഡൽഹി എത്തി. ഇപ്പോൾ നമ്മൾ മെട്രോയിലാണ്. നമ്മൾ ന്യൂഡൽഹി എത്തി. മെട്രോയിലാണ്. കയറി പോവാണ്. വാ, പാട്ടിന് ഐഡിയ ഫുള്ള് ബിസ്ക്കറ്റ് ചായ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല മഞ്ഞാണ്. ഓ, നടക്കാതെ വിളി എന്നാ പിടിച്ചോ. കൊണ്ടേ കാണിച്ചത്
എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും രാവിലെ ഗേറ്റിൽ ഉണ്ടാവുള്ളൂ. നടക്കാനുള്ള ആൾക്കാരുണ്ടാവും, അല്ലാതെ ഒരു നടക്കാനുള്ള ആൾക്കാരുണ്ടാവുമോ? അത് ശരിയാണ്, പട്ടാൾക്കാരുണ്ട്. ഇവിടുത്തെ ഇഷ്ടം പോലെ ഒന്നോ രണ്ടോ അല്ല, പ്രാവുണ്ട്, മയില. തത്ത എവിടെയാ? തത്ത വല്ല മരത്തിന്റെ മേലെ ഇഷ്ടം പോലെ ഉണ്ടാവും, ഇഷ്ടം പോലെ മൈന. ഇതിപ്പോ നമുക്ക് കഷ്ടകാലം ഇതൊന്നും പറയാൻ പറ്റില്ല. സെക്യൂരിറ്റിമാരെ ഫുള്ള് അടുത്ത ടീം പോകണോ? ലേഡീസ് ഇതിന്റെ ഫ്രണ്ടിൽ ലേഡി നിൽക്കുന്നത് ഇതിന്റെ സൊണ്ടിയൊക്കെ ഉണ്ട്. റിപ്പബ്ലിക് ഡേ അല്ലേ? അടുത്ത മാസം അതിന്റെ പ്രാക്ടീസ് ആണ്. ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. നമ്മൾ എത്തി, ഇന്ത്യ ഗേറ്റ് എത്തി. നമുക്ക് പറ്റിയ പണി എന്താ വെച്ചാല് പരേഡിന് പ്രാക്ടീസ് നടക്കുന്നത്. എത്തി സമയം മാറിപ്പോയി. അല്ല, ഐസ്ക്രീം നമുക്ക് മേടിക്കാം. അപ്പൊ നമ്മള് ഇന്ത്യയിൽ കേറുന്നില്ല. ഡോറൊക്കെ ക്ലോസ് ആണ്. ഡൽഹി പോലീസിന്റെ ക്ലോസിംഗ് അല്ലേ, ഫുള്ള് ക്ലോസിംഗ് ആണ്. ഉള്ളു തുറക്കുന്നത് 10:30 കണ്ടോ. അത് പരേഡിന്റെ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞത്. ഇത് നോക്കുക, ആൾക്കാർ കുറെ വന്നിട്ടുണ്ട്, പക്ഷേ കാര്യമില്ല, തുറക്കണില്ല. ഇനി എത്തിരി പറയാ. ഇതോ അടിച്ചോ. അപ്പൊ ജസ്റ്റ് നമ്മള് ഇന്ത്യ ഗേറ്റ് എത്തിക്കുന്നു. ട്രെയിനു 8 ഉണ്ടാവും. 8:38. നമ്മൾ 7 മണിക്ക് ശേഷം ഇറങ്ങിയാട്ടോ. ഇപ്പൊ 1.5 മണിക്കൂറായി. ശരിക്കും 10-20 മണിക്കൂർ 20 മിനിറ്റിന് നേരെ അരമണിക്കൂർ നേരം നമ്മൾ നടക്കാൻ കേട്ടോ. പതുക്കാണ് എന്തായാലും. നമ്മൾ ഇടയ്ക്കൊന്ന് പോലീസിനെ പൊക്കി. പൊക്കിയതല്ല, നമ്മള് ഉള്ളിൽ കയറിപ്പോ കേറാൻ പറ്റില്ല. പിന്നെ മോദി PM ഇതുണ്ട്. നമുക്കിത് എവിടെ വരെ ഉള്ളു ഇത്. കാണാം. നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരാം. കാണാൻ ഇന്ത്യ ഗേറ്റ്. നമുക്ക് ശരിക്കും 3 സ്ഥലം പ്ലാൻ ചെയ്ത് 5 സ്ഥലം പ്ലാൻ ചെയ്തത്. ശരിക്കും നമുക്കിപ്പോ ഒരു ചെറിയൊരു ഓഫറാണെന്നല്ല, ഇവിടെ ഉള്ളവരാണ് ഇങ്ങനെ നിന്നെ കണ്ട ആനുകൂല്യം ഉണ്ട്. അത് കിട്ടല്ലോ. നമുക്കിവിടെ ഓഫർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അതായത് 300 രൂപയ്ക്ക് മൊത്തം കറങ്ങി വരാന്. ആയിട്ടോടെ വയ്യനെ കൊണ്ടുവന്നേ. അതെ, ശേഷം 300 രൂപയ്ക്ക് മൊത്തം പുറത്തുനിന്ന് കാണിക്കട്ടോ. ഒന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇപ്പോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. സോ ഐസ്ക്രീം ആണ് പൊടിച്ചിട്ടുണ്ട്. തണുപ്പത്ത് പൊട്ടപ്പറാണ് ഐസ്ക്രീം എന്ന് പറയാം. ഇവിടെ ഓപ്പൺ 2 മണിക്കൂർ പിടിക്കും. നമ്മൾ പോയി നോട്ടെ. ഓക്കെ,
അപ്പൊ നമ്മൾ കയറിട്ട് വണ്ടി കയറി നമ്മൾ പോവാണ്. പോയിനോടെ ഏകദേശം ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അവസ്ഥ. കത്തിയപ്പത്ത് അതിന്റെ അവസ്ഥ ഇതാണ്. നല്ല മഞ്ഞാണ്. ഇപ്പൊ ഏട്ടം പോട്ടെ കണ്ടിട്ടേ പോവുള്ളൂ. അതെ നമുക്ക് ഇന്ന് രണ്ടു കൊണ്ട് എത്തുന്നതാണ് പറയുന്നത്. പോയി നോക്കാം. ഉള്ളിൽ ഇല്ല മഴ പുറത്തുനിന്ന് പോയത്. ഓക്കെ ഓക്കെ ഏഷ്യസിന്റെ ഓഫീസാണ് കേട്ടാ. ഷൂട്ട് ഓക്കെ. എയർഫോഴ്സിന്റെ ആസ്ഥാനം. നമുക്ക് ഉള്ളിൽ കയറാനും പറ്റില്ല. പുറത്തുനിന്നെങ്കിൽ നമുക്ക് കാണാം. എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്. പാർലമെന്റ് ഒക്കെ എത്തി. പാർലമെന്റ് പഴയ പാർലമെന്റ് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളിലല്ലേ. അപ്പൊ നമുക്ക് ഇതാക്കാനൊന്നും പറ്റില്ല. പിന്നെ വണ്ടികൾ മൊത്തം ഓടിച്ചു വിടുകയാണ്. നിർത്താൻ പറ്റുന്ന അവസ്ഥയാണ്. എന്താ ഞാൻ ഇനി പോട്ടെ കേട്ടോ. ചിന്ന വീട്ടിലേക്ക് വിളിക്കാണ്. വീട്ടിൽ വെച്ച് കാണിച്ചു തരാൻ പോവാണ്. 1912 for the construction for the British government. Okay. And then inside the 340 rooms, you know, Padma Bhushan, Arjun Award function, and then inside for the all the 38 gates. Okay. President House. നമ്മള് ഇവിടെ കണ്ടിട്ട് ഇറങ്ങി. വേറെ അമ്മയും കുഞ്ഞും പോകണ്ടേ. രണ്ട് കുഞ്ഞുണ്ട്. ഏറ്റവും കുട്ടികളാ. ഒന്ന് അടിയിലൊന്നും മുകളിലും. കാണാൻ പറ്റിയില്ല. അത് അങ്ങനെ ഇവിടെ പണി നടക്കാം കേട്ടോ. പ്രധാനമന്ത്രി എന്നതാണ് നമുക്ക് കിട്ടുക. ഉള്ളിൽ കയറാൻ പറ്റില്ല നമുക്ക്. ഇത് കഴിഞ്ഞ് നമുക്ക് കാണാം. ഇതാണ് എയർഫോഴ്സിന് അല്ലേ. തിരിച്ചു പോകണ്ട. ഇത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രിന്റെ ഓഫീസാണിത്. നമ്മൾ അടുത്തുനിന്ന് നിൽക്കാനുള്ള ഒരു വംശം നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കയറി പോണത്. പറ്റി നമുക്ക് പറഞ്ഞു കേട്ടോ. 10 മണിക്ക് ഓഫാണ്. ഒരാഴ്ച ഡീറ്റെയിൽ വീഡിയോ എടുക്കാം. അതായത് നാളെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ്ടോ ഈ ഏട്ടന് നമ്മൾ വന്നത്. കേസിയുടെ സൗണ്ടിന് ചെറിയ പ്രശ്നം വരും കേട്ടോ. ലിപ്പും സൗണ്ടും വേറെ ആയിരിക്കും. പ്രധാനം മൈക്ക് ഓഫായി പോയി. ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ചോക്കോബാർ രാത്രി മേടിച്ചു. അടുത്ത് കഴിച്ചു. നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. സമയം ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലെത്തി. രാത്രി എത്തി. രാവിലത്തെ വരെ എന്തായാലും പറ്റിപ്പോയി. ഒന്നും റെഡി ആയില്ല. ഞാൻ കഷ്ടപ്പെട്ട് വിവരിച്ചായിരുന്നു എല്ലാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിന് തൊട്ടടുത്ത് വരാൻ പറ്റില്ല. അടുത്തെത്തി. ഫുള്ള് ലൈറ്റിങ് കളറിങ് കായി നിൽക്കുന്നതാണ്. ഇതിനിടയ്ക്ക് മക്കൾ ഓടുന്നുണ്ട് കേട്ടോ. ചിന്നു എന്നത്തെ പോലെ തന്നെ സ്ലോ ആണ് നടത്താം. ഇതിനടുത്തെത്തിയിട്ടും ഒന്നും സ്പീഡാക്കിയിട്ടില്ല. നടക്കുന്നതാണ് പതുക്കെ. ഞങ്ങൾ ഗേറ്റിന് ഉള്ളിൽ കയറി കേട്ടോ. അടുത്തേക്ക് എത്തി. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അടുത്തെത്തി. സ്റ്റാച്ചുവിന് എത്തി കേട്ടോ. നടക്കാണ്ട്
നല്ല ആൾക്കാർ, നല്ല തണുപ്പുണ്ട്, നല്ല ആൾക്കാരുണ്ട്. കഷ്ടപ്പെട്ട് പറഞ്ഞായിരുന്നു എല്ലാം, എന്താ ചെയ്യുക, കിട്ടിയില്ല. അത് പറ്റിയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചില്ല, എന്താണ് കണക്ഷൻ വോയിസ് വരുന്നുണ്ടോ ഞങ്ങൾ നോക്കിയില്ല, അതാ പറ്റി. ഇന്ത്യ ഗേറ്റ് അവിടെ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പുറത്തുമായിട്ട് നിൽക്കുകയാണ്. യെസ്, ഞാനത് വിവരിക്കാൻ വേണ്ടി പോയി നിൽക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ ആള് സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. ഇന്ത്യ ഗേറ്റിന് അപ്പുറത്തുള്ളത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പറയുമായിരുന്നു. നമ്മുടെ അമൃത് ജവാൻ ജ്യോതി ഇല്ലേ, മനുഷ്യൻ്റെ ഉള്ള തീ എത്തിയിരുന്നില്ലേ, അതേപോലെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്ത തീയുമ്പോൾ കാണിച്ചു തരാം. അതേപോലെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതുണ്ടായിരുന്നു ഇവിടെ. ഈ ഗാർഡൻ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. തൊട്ടടുത്ത് ചെറിയൊരു പൂവിൻ്റെ ഗാർഡൻ ആക്കിയിരുന്നു, അത് കാണിച്ചു കൊടുത്തു. ഇപ്പോഴും സങ്കടം മറന്നില്ല, കാരണം പറഞ്ഞത് മൊത്തം കട്ടായി പോയിട്ടോ സങ്കടമായിരുന്നു. എന്താ ഞങ്ങൾ അടുത്തെത്തി, ലഗേജ് എൻ്റെ ബാക്കിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു തണുപ്പ് തുടങ്ങി. നമ്മുടെ ഹൂഡീൻ്റെ ആ സിബം കയറ്റിട്ടു. ഇനി ഒരു ദിവസം നമുക്ക് മുംബൈ ഭാഗത്ത് പോകുമ്പോൾ മറ്റേ ഗേറ്റ് ഓഫ് ഇന്ത്യ ഒന്ന് കാണണം. രണ്ടും ഏകദേശം ഒരുപോലെയാണെങ്കിലും രണ്ടാണെന്നല്ലേ. മരിക്കാത്ത ഓർമ്മകളുമായി ജവാന്മാരുടെ പേരുകൾ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്കത് സൂം ചെയ്താൽ കാണാൻ പറ്റും. ഹലോ 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 ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ. സൗണ്ടിൻ്റെ കണക്ഷൻ കിട്ടിക്കണമെന്നുള്ളത് കിട്ടിയില്ല. അത് ചിന്നോട് ഞാൻ പറഞ്ഞു മൊത്തം എടുത്തോ, നമുക്ക് പിന്നെ വോയിസ് കൊടുക്കാം, അല്ലാതെ വഴിയില്ല. യെസ്, എന്തായാലും 26-ാം തീയതി ഞങ്ങൾ നോക്കുന്നുണ്ട്. ചാൻസ് കിട്ടാൻ കുറവാണ്, കാരണം വെച്ചാൽ ഒന്ന് ടിക്കറ്റ് കുറച്ച് തിരക്കാണ്, 2 ലീവ് ഞായറാഴ്ച അല്ലേ, ലീവിൻ്റെതും കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ കേട്ടോ. നമ്മളിപ്പം എടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്തു 1-2 ഫോട്ടോസ് ഞങ്ങൾ കൊടുത്തു. അത് വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ട് തരാം. കോമഡിയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ചിന്നു ഒന്ന് കാണാതായി പോയി തിരക്കിൻ്റെ ഇടയിൽ. ഞാൻ ഇത് കുറച്ച് ലോങ്ങിൽ നിന്ന് എടുക്കാൻ പോയപ്പോഴേക്ക് ചിന്നുവിനെ ഒന്ന് കാണാതായി പോയി. എന്നാലും ആൾ ഓടിത്തിരിഞ്ഞ് പിടിച്ചു വന്നു കേട്ടോ. അതിനിടയ്ക്ക് അവിടെ ഒരു കുഞ്ഞു വാഹനം കിട്ടി ഞങ്ങൾക്ക് അല്ലേ. ആൾ ഓടിപ്പഞ്ഞിറക്കായിരുന്നു. ചിന്നുവിൻ്റെ വീഡിയോ എടുക്കുക കണ്ടപ്പോഴേക്ക് കുട്ടി വന്നു ചിരിച്ചു, സെറ്റായിരുന്നു.